മാന്നാനം എക്കലോഗ് തിയേറ്ററിൻ്റെ യാത്രാ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചാവറയച്ചനോടൊപ്പമാണ്. ചാവറയച്ചനോടൊപ്പം അധികമൊന്നും ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു ഇടമാണ് കുത്തിയതോട് എന്ന് പറയുന്ന സ്ഥലം. കുത്തിയതോട്ടിലാണ് സെമിനാരികളുടെ എല്ലാം സെമിനാരി എന്ന് പറയപ്പെടുന്ന സ്ഥലം കുത്തിയതോട്ടിലാണ്. കുത്തിയതോട്ടിലെ തച്ചിൽ മാത്യു തരകൻ എന്ന് പറയുന്ന ദേശത്തിനും സഭയ്ക്കും സമൂഹത്തിനും ചുറ്റുമുള്ളവർക്കുമെല്ലാം സേവനം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു തച്ചിൽ മാത്യു തരകൻ. അദ്ദേഹത്തിൻ്റെ അനിയനാണ് എബ്രഹാം മൽപ്പാൻ. എബ്രഹാം മൽപ്പാൻ്റെ നേതൃത്വത്തിൽ ഒരു സെമിനാരി കുത്തിയതോട്ട് നടത്തിപ്പോന്നിരുന്നു. 1790 ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലം. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് ഈ സെമിനാരിയൊക്കെ ഉപേക്ഷിച്ച് അബ്രാഹം മൽപ്പാനും സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമെല്ലാം അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയിട്ട് അവർ താമസിക്കാൻ ഇടം കണ്ടെത്തിയത് പള്ളിപ്പുറത്താണ്. അങ്ങനെ പള്ളിപ്പുറത്ത് ചെന്നെത്തിപ്പെടുകയും അബ്രാഹം മൽപ്പാൻ്റെ നേതൃത്വത്തിൽ സെമിനാരി തുടർന്നു കൊണ്ടുപോവുകയും ചെയ്തു. ആ സെമിനാരിയിലാണ് പാലയ്ക്കൽ തോമാ മൽപ്പാൻ പഠിച്ചത്. അവിടെ പഠിച്ചാണ് പാലയ്ക്കൽ തോമാ മൽപ്പാൻ പട്ടമേക്കുന്നത്. ആ ഒരു ചരിത്രമാണ്. അബ്രാഹം മൽപ്പാന് കേരളത്തിലെ സെമിനാരി പഠിച്ച് പട്ടമേക്കുന്നവരോട് അതിയായ താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. ആ താല്പര്യവും സ്നേഹവുമാണ് പ്രതിസന്ധി വന്നപ്പോൾ കൂടെയും അദ്ദേഹം പള്ളിപ്പുറത്ത് മറ്റൊരു സെമിനാരി ആരംഭിക്കുകയും ചെയ്തത് അതിൻ്റെ ശ്രമഫലമായിട്ടായിരിക്കണം. 1807 പാലയ്ക്കൽ തോമാ മൽപ്പാൻ പട്ടമേറ്റത് 1807. തോമാ മൽപ്പാൻ റൈമൂന്തൂസ് മെത്രാൻ്റെ സെക്രട്ടറി ആയിട്ടാണ് തൻ്റെ പൗരോഹിത്യ ജീവിതം തുടങ്ങുന്നത്. അങ്ങനെ സെക്രട്ടറി ആയിരിക്കയിൽ അബ്രാഹം മൽപ്പാൻ അച്ഛന് പ്രായാധിക്യം മൂലം തൻ്റെ ജോലിയിൽ നിന്നെല്ലാം വിടുതൽ കൊടുക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് പാലയ്ക്കൽ തോമാ മൽപ്പാൻ ഈ സെമിനാരിയുടെ പ്രമുഖ സ്ഥാനത്തേക്ക് വരികയും അവിടെയാണ് ഈ പാലയ്ക്കൽ തോമാ മൽപ്പാൻ നടത്തിയിരുന്ന സെമിനാരിയിലേക്കാണ് ചാവറയച്ചൻ പഠിക്കാനായിട്ട് തൻ്റെ സെമിനാരി ജീവിതം തുടങ്ങുന്നതായിട്ട് എത്തിയത് എന്ന് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നു. ഇനിയും അടുത്ത എപ്പിസോഡ് 9ാമത്തെ എപ്പിസോഡാണ്. 9ാമത്തെ എപ്പിസോഡിൽ ചാവറയച്ചൻ തൻ്റെ സെമിനാരി ജീവിതത്തെക്കുറിച്ച് ചാവറയച്ചന് എഴുതിയ എഴുത്തുകളിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.